ഹലോ ഹായ് നമസ്കാരം. പുതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളുടെ ബർത്ത്ഡേ ദിവസം രാവിലെ അമ്പലത്തിൽ പോകത്തുണ്ട്. നമ്മൾ വൈകുന്നേരമായിരുന്നു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോകാൻ നമ്മുടെ മൂന്ന് കൂട്ടത്തിലും ഏറ്റവും ഇഷ്ടം ശിലമോൾക്കാണ് കേട്ടോ. എപ്പോഴും മുത്തപ്പൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാലും ഇവിടുന്ന് നമ്മൾ മുത്തപ്പൻ കോവിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തെക്കൻ ഗുരുവായൂരിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഞാൻ അവിടെ അവളെടുത്ത് മോളെടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേനെ നോക്കി നിൽക്ക്, അമ്മ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അതെല്ലാം കേട്ടോണ്ട് ഒരു ചേട്ടനും ചേച്ചി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ നിർത്തിയതും അവൾ തിരിഞ്ഞെന്ന് ഭഗവാനെ തൊഴുവാനുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഒരു കൗതുകമാണോ അത്ഭുതമാണോ എന്ന് എനിക്കറിയില്ല. ആ ചേച്ചിയും ചേട്ടനും കുറേ സമയം അവൾ തൊഴുന്നേന്ന് നോക്കി നിന്നു. പിന്നെ ഞാൻ അവരധികം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത് അവർക്ക് ഇഷ്ടമാവും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ജസ്റ്റ് അവളെ എടുത്ത്, അപ്പോൾ അത് അവർ കണ്ടിട്ട് അവർക്കൊരു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അവളെടുത്തിരുന്ന് കുറേ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് വിഷയൊക്കെ ചെയ്തിട്ട് അവർ പോയി. പിന്നെ മോൾക്കൊരു ചെറിയ അർച്ചനയും കൂടെ കഴിപ്പിച്ച് നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷവും 2 വർഷത്തെ പോലെ നമ്മൾ പോയിട്ട് നേരത്തെ കേക്ക് ബുക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് തന്നെ നമ്മൾ മുറിക്കണം എന്നുള്ളത് വൈകുന്ന ഈവനിങ് ഒക്കെ ആയപ്പോഴൊരു കേക്ക് മുറിക്കാം എന്നുള്ള ഒരു പ്ലാനിങ് പോലും എത്തിയത്. എല്ലാ വിഷമഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മോളെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി ചെറിയൊരു ആഘോഷമാകാമെന്ന് വിചാരിച്ചു. അച്ഛനമ്മയും വീട്ടിലില്ലാത്തൊരു ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം അച്ഛനും ഒന്ന് ഹെൽത്തൊക്കെ നോക്കിയാവണം. പിന്നെ എൻ്റെ വീട്ടിലവിടെ അച്ഛനും സുഖമില്ലാതെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ICUലൊക്കെ ആയിരുന്നു. മെഡിക്കൽ കോളേജ് ഇപ്പം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു. അപ്പം അവിടെയും അച്ഛൻ വയ്യാത്തൊരവസ്ഥയിലാണുള്ളത്. ഇവിടെയും ഇപ്പം മനസ്സിനൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്കതിനോടൊന്നും ഉണ്ടായില്ല. പിന്നെ മോളുടെ ഒരിതും പിന്നെ ഏച്ചിയും മോളും അമ്മയൊക്കെ വരും. അപ്പം നമ്മൾ SN ബേക്കറിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്ക്, നമ്മൾ വലിയ കേക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, കുഞ്ഞ് കേക്ക് അവിടെ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അവർ ചേച്ചിയൊക്കെ 6:30 വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അവിടെ വന്ന് പിന്നെ ആ സമയത്ത് നമുക്ക് പവർ കട്ടായിരുന്നു. എന്നാലും പവർ കട്ടായാലും ചേച്ചിക്കൊക്കെ വേഗം പോകണം, മോൾക്ക് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും നമുക്ക് സർപ്രൈസായിട്ട് സൈത്തേട്ടനും കൂടി നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ട്, അരുണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ കുറേ വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് കൂടിയാണ്. പറയാതെയാണ് ചേട്ടൻ നമുക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞ് സന്തോഷം അവിടെ പങ്കുവെച്ച് മോളുടെ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെയൊക്കെ ആക്കി അവൾക്കൊരു കുഞ്ഞ് കേക്ക് കിട്ടിയാലും അവൾ ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് എന്താണ് ആഘോഷം അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ എല്ലാം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും. നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും നമ്മുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയാണ് അവളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് കുറേ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വീണ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറയും. കാരണം നമുക്ക് ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ആവുന്നത്. നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അഭിപ്രായക്കാരി കൂടിയാണ് കേട്ടോ ഞാൻ. അത് അവൾ എന്തും കരഞ്ഞാൽ അങ്ങനെ പിടിവാശി പിടിച്ചാൽ അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവളത് പിടിവാശി പിടിക്കാറുമില്ല. നമ്മൾ വാങ്ങിക്കൊടുത്ത സന്തോഷത്തോടെ വാങ്ങിക്കൊടുത്ത ഒരു പരാതിയും പരിഭ്രമവും ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അതാണ് നല്ലത്. എനിക്ക് എപ്പോഴും മോളുടെ ബർത്ത്ഡേക്ക് എവിടെയെങ്കിലും അനാഥലയത്തിൽ പോയിട്ട് കേക്ക് മുറിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വർഷം കഴിഞ്ഞില്ല, 3ാമത്തെ വർഷം കഴിഞ്ഞില്ല. അടുത്ത വർഷമെങ്കിലും അതിനുള്ളൊരു ഭാഗ്യവും എല്ലാം ദൈവം നമുക്ക് തരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചേച്ചിയും മോളും എല്ലാവരും കേക്ക് മുറിച്ച് ശിലമോൾക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ ആ ചടങ്ങ് അതിമനോഹരമായിട്ടുണ്ട് അവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വലിയ ഭക്ഷണം കാര്യങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചേച്ചിയും അമ്മയും മോൾക്ക് ജന്നിക്കൊക്കെ നമ്മൾ നേരത്തെ പായസം കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലേക്ക്. അപ്പോൾ അവരൊക്കെ കുടിച്ചു. പിന്നെ സൈത്തേട്ടനും കൂടി പായസം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ മെഴുകുതിരിയിൽ കത്തിച്ച് വെച്ചിട്ട് ഊതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഊതണ്ടെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും മെഴുകുതിരി ഊതിയിട്ടല്ലേ കത്തിക്കാറ്. ഞാൻ ആ മെഴുകുതിരി അവിടെ തന്നെ വെച്ചിട്ടാണ് കത്തിച്ചത്. കാരണം നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ ഊതിക്കെടുത്തുന്നു എന്നുള്ള ചിന്താഗതിയാണ്. അത് തെറ്റായിരിക്കാം, പക്ഷേ എല്ലാവരും ഊതുന്നതാണ് പതിവ്. പക്ഷേ എനിക്കെന്തോ ഊതുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസത്തെ ഊതിക്കെടുത്തുന്ന ആ ഒരു മെൻറ്റാലിറ്റി വരുന്നതുകൊണ്ടാട്ടോ. അത് ശരിക്കും ഒരു ഭ്രാന്തൻ ചിന്തയായിരിക്കാം. പിന്നെ ചേച്ചി നല്ല ഉടുപ്പായിരുന്നു മോൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അമ്മ മോൾക്ക് പൈസയായിരുന്നു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ സൈത്തേട്ടനും അവൾക്ക് നല്ലൊരു കിടക്കൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ വർഷവും ജനനി നല്ല പിക്കൊക്കെ വരക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ജനനിക്ക് അതൊന്നും സമയം ഉണ്ടായിരുന്നില്ല. മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളത് വിട്ടുപോയതായിരിക്കും, പഴുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ നല്ല സേമിയ പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതാണ് ചേച്ചി കൊടുത്ത ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടെ ചേർത്ത് പിടിച്ചതിന് എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് നമുക്ക് ഫോളോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വരുന്നവരെ പേജ് ഞാൻ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആരാണ് നമ്മളെ സബ് ചെയ്തതെന്ന് മനസ്സിലാവും. അവരെ തിരിച്ച് ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്നവരൊക്കെ കുറേ പേരുണ്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്ന എല്ലാത്തിനും മാക്സിമം ഞാൻ കമൻറ്റ് എല്ലാം ചെയ്യുന്നത്. അധികം ഒരുപാട് മെസ്സേജൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു കുഞ്ഞു ഫാമിലി വലിയൊരു ഫാമിലി ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് അതേപോലെ ജോലിയൊക്കെ കടന്നു. അപ്പോൾ ബൈ.